ഹായ്, അപ്പോൾ നമ്മൾ ബീറ്റ ഫംഗ്ഷനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ അതിൽ എന്താണ് ബീറ്റ ഫംഗ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ എലമെൻ്ററി പ്രോപ്പർട്ടീസ്, അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ പ്രോപ്പർട്ടി 3 വരെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കൊറോളറിയാണ്. അപ്പോൾ ഫസ്റ്റ് കൊറോളറി എന്താ പറയുകയെന്ന് വെച്ചാൽ, ഇഫ് പി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ക്യൂ ഈസ് എൻ ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1, നമ്മൾ പി 0-നേക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഇത് നമ്മൾ എടുക്കുകയാണ്. അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അതെന്തിനേക്കാട്ടും ഗ്രേറ്ററാണ്? 1-നേക്കാട്ടും വലുതായിട്ടുള്ളൊരു ഇൻറ്റിജറാണ്. അങ്ങനെയാണെങ്കിൽ ബി ഓഫ് പി കോമ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1. നമ്മൾ ഇതിൻ്റെ പ്രൂഫ് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ബൈ പ്രോപ്പർട്ടി 3, നമ്മൾ പ്രോപ്പർട്ടി 3യിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ബി ഓഫ് പി കോമ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ബി ഓഫ് പി പ്ലസ് 1 കോമ ക്യൂ മൈനസ് 1 നമുക്ക് പ്രോപ്പർട്ടി 3യിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഫോർ എവറി പി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതിൽ ക്യൂ എന്ന് പറയുന്നത് 1-നേക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇതന്നെ ഈ ഫോർമുല നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ബി ഓഫ് പി കോമ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ബി ഓഫ് പി പ്ലസ് 1 കോമ ക്യൂ മൈനസ് 1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് 1 ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് 2. അതായത് ഈ ബി ഓഫ് പി പ്ലസ് 1 കോമ ക്യൂ മൈനസ് 1നെ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഇക്വേഷൻ വെച്ചിട്ട് എഴുതിയതാണ് ഇത്. ക്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ പി പ്ലസ് 1 ഇൻറ്റു ബി ഓഫ് പി പ്ലസ് 2 കോമ ക്യൂ മൈനസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ പി പ്ലസ് 1 ഇൻറ്റു ഈ ബി ഓഫ് പി പ്ലസ് 2 കോമ ക്യൂ മൈനസ് 2നെ വീണ്ടും ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് 2 ഇൻറ്റു നമുക്കങ്ങനെ എക്സെട്ര അങ്ങനെ ആയിട്ട് എഴുതിയിട്ട് നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് റിപ്പീറ്റഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ എബോ ഫോർമുല, അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ പി പ്ലസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് 2 എക്സെട്ര 1 ബൈ പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 0 ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ പി പ്ലസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് 2 എക്സെട്ര ഇൻറ്റു 1 ബൈ പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 2. ഈ 1 മൈനസ് എക്സ് ഓൾ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിട്ട് അങ്ങനെ പോകും. ഡി എക്സ് എന്ന് കിട്ടി. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പോർഷനൊക്കെ സെയിം തന്നെ. ഇവിടെ ഈ ഇൻറ്റഗ്രലിനെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. അതായത് എക്സ് റേസ് ടു പി പ്ലസ് ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1, അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യൂ മൈനസ് 1 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു ക്യൂ മൈനസ് 2 ഡിവൈഡഡ് ബൈ പി പ്ലസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 3 ഡിവൈഡഡ് ബൈ പി പ്ലസ് 2 എക്സെട്ര 1 ബൈ പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു 1 ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മുകളിൽ എന്ത് വരും? ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു പി പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 2 ഇൻറ്റു പി പ്ലസ് ക്യൂ മൈനസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് കൊറോളറിയുടെ പ്രൂഫ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കൊറോളറി 2 നോക്കാം. അതിലെന്താ പറയുകയെന്ന് വെച്ചാൽ, ഇഫ് പി ആൻഡ് ക്യൂ ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ 1, പിയും ക്യൂവും പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്, ക്യൂ എന്താണ്? 1-നേക്കാട്ടും ഗ്രേറ്റർ ദാൻ ആണ്. ദെൻ ബി ഓഫ് പി കോമ ക്യൂ ഇസ് ഈക്വൽ ടു പി മൈനസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ മൈനസ് 1 ഫാക്ടോറിയൽ. ഇനി നമ്മളതിൻ്റെ പ്രൂഫ് നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് കൊറോളറി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എന്താ കിട്ടിയത്? ബി ഓഫ് പി കോമ ക്യൂ ഇസ് ഈക്വൽ ടു
q minus 1 factorial divided by p into p plus 1 into p plus etc. into p plus q minus 2 into p plus q minus 1. ഇതിൽ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും p minus 1 factorial കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? p minus 1 factorial into q minus 1 factorial divided by p minus 1 factorial into p plus 1 etc. into p plus q minus 2 into p plus q minus 1 കിട്ടി. അപ്പോൾ മുകളിൽ നമുക്ക് p minus 1 factorial into q minus 1 factorial വരും ഡിവൈഡഡ് ബൈ ഇത് അടിയിൽ ഇതെന്താ സംഭവം? ഇതെന്ന് പറയുന്നത് p plus q minus 1 factorial ആണ്. അപ്പോൾ നമുക്ക് കൊറോളറി 2ൻ്റെയും പ്രൂഫായി. ഇനി കൊറോളറി 3 പറയുന്നത് പുട്ടിങ് p is equal to 1 ഇൻ കൊറോളറി 2. അതായത് ഇതിൽ പീനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ പീനെ 1 ആയിട്ട് എടുത്താൽ 1 minus 1 factorial അതായത് 0 factorial എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ മുകളിൽ q minus 1 factorial മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ അടിയിൽ പിക്ക് 1 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 1 plus q minus 1. അപ്പോൾ 1 പോയാൽ അടിയിൽ q factorial വരും. അപ്പോൾ q minus 1 factorial divided by q factorial എന്ന് പറഞ്ഞാൽ നമുക്ക് 1 by q എന്ന് കിട്ടും. അപ്പോൾ വി ഗെറ്റ് b of 1, q is equal to 1 by q. ഇനി പ്രോപ്പർട്ടി 4 ആണ് പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടി 4ൽ b of p, q is equal to 2 into integral 0 to pi by 2 sin raised to 2p minus 1 theta cos raised to 2q minus 1 theta d theta for every p greater than 0, q greater than 0. അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ ബീറ്റ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്തറിയാം? b of p, q എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 x raised to p minus 1 into 1 minus x all raised to q minus 1 dx ആണ്. where p greater than 0, q greater than 0. അപ്പോൾ എബവ് ഇൻ്റഗ്രൽ, അതായത് ഈ ഇൻ്റഗ്രലിൽ നമ്മൾ എക്സിനെ സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ആയിട്ട് എടുത്താൽ നമുക്ക് ഡി എക്സ് എന്ത് കിട്ടും? 2 sin തീറ്റ കോസ് തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ അപ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു പൈ ബൈ 2 എന്ന് കിട്ടും. ഇത് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b of p, q is equal to integral 0 to pi by 2 sin square theta all raised to p minus 1 into 1 minus sin square theta all raised to q minus 1 2 sin theta cos theta d theta എന്ന് കിട്ടും. ഇതിൽ ഈ 2നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇപ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഈ സൈൻ സ്ക്വയർ തീറ്റ ഓൾ റേസ് ടു പി മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സൈൻ 2p മൈനസ് 2 എന്ന് കിട്ടും. അപ്പോൾ സൈൻ റേസ് ടു 2p മൈനസ് 2 തീറ്റ. അതേപോലെ തന്നെ ഈ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? നമുക്ക് കോസ് സ്ക്വയർ തീറ്റ എന്നറിയാം. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ഓൾ റേസ് ടു q മൈനസ് 1 എന്ന് പറയുമ്പോൾ കോസ് റേസ് ടു 2q മൈനസ് 2 തീറ്റ പിന്നെ സൈൻ തീറ്റ കോസ് തീറ്റ ഡി തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 ഈ സൈൻ തീറ്റ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ റേസ് ടു 2p മൈനസ് 1 ആവും. അതേപോലെ തന്നെ ഈ കോസ് തീറ്റ ഈ കോസ് റേസ് ടു 2q മൈനസ് 2 ആയിട്ട് വരുമ്പോൾ നമുക്ക് കോസ് റേസ് ടു 2q മൈനസ് 1 തീറ്റ ഡി തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതോടെ പ്രോപ്പർട്ടി 4ൻ്റെ പ്രൂഫ് നമ്മൾ കഴിയാണ്. ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഒരു കൊറോളറി പറയുന്നുണ്ട്. ഫ്രം ദ എബോവ് ഫോർമുല ഫോർ ബീറ്റ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ we get the following integration formula: 0 to pi by 2 integral 0 to pi by 2 sin raised to p theta cos raised to q theta d theta is equal to integral 0 to pi by 2 sin raised to 2 into p plus 1 by 2 minus 1 theta cos raised to 2 into q plus 1 by 2 minus 1 theta d theta is equal to half into b of p plus 1 by 2 comma q plus 1 by 2 ആണെന്നൊരു ജസ്റ്റ് ഒരു കൊറോളറി പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബീറ്റ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്പം നമ്മൾ നമ്മുടെ കൊറോളറീസ് ഒരു 3 കൊറോളറി പഠിച്ചു, പ്രോപ്പർട്ടി 4 പഠിച്ചു. ഇനി നമ്മൾ
കടക്കാൻ പോകുന്നത് പ്രോബ്ലംസിലേക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 0 to 1 x raised to m into 1 minus x square all raised to n dx if m greater than 1 n greater than -1. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ എക്സ് സ്ക്വയറിന് z ആയിട്ട് എടുക്കണം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു z എന്ന് എടുത്തു. അപ്പോൾ നമുക്ക് ഡി സെഡ് എന്ന് കിട്ടും 2x dx എന്ന് കിട്ടും. 2x dx ഇസ് ഈക്വൽ ടു ഡി സെഡ് എന്ന് കിട്ടും. അതുപോലെ എക്സ് 0 കൊടുത്താൽ z 0 എന്ന് കിട്ടും. എക്സ് 1 കൊടുത്താൽ z 1 എന്ന് കിട്ടും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ഈ ഇക്വേഷനിൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 x raised to m minus 1 into 1 minus x square all raised to n x dx is equal to integral 0 to 1 z raised to m minus 1 by 2 into 1 minus z all raised to n 1 by 2 dz എന്ന് കിട്ടും. ഇതിൽ ഈ 1 by 2 നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 1 by 2 into integral 0 to 1 z raised to m minus 1 by 2 into 1 minus z all raised to n dz എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇതെന്താ ഇൻ്റഗ്രൽ 0 to 1 ഈ ഒരു പോർഷൻ നമുക്കറിയാം ബി ഓഫ് എം മൈനസ് 1 by 2 പ്ലസ് 1 കോമ എൻ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ ബി ഓഫ് എം പ്ലസ് 1 by 2 കോമ എൻ പ്ലസ് 1 നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് മുകളിലേക്ക് എടുക്കുകയാണ്. മുകളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 5 ഓൾ റേസ് ടു മൈനസ് 1 by 2 ഡി എക്സ് എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഇൻ്റഗ്രലിൽ എക്സ് റേസ് ടു 5നെ നമ്മൾ z എന്ന് കൊടുക്കുകയാണ്. എക്സ് റേസ് ടു 5 ഈസ് ഈക്വൽ ടു z. അപ്പോൾ 5x ഡി സെഡ് എന്ന് കിട്ടും 5x റേസ് ടു 4 ഡി എക്സ് എന്ന് കിട്ടും. ഓൾസോ എക്സ് 0 ആകുമ്പോൾ z 0 ആവും, എക്സ് 1 ആകുമ്പോൾ z 1 ആവും. നമ്മളിത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ എക്സ് റേസ് ടു 5 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഈ എക്സ് സ്ക്വയറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ് റേസ് ടു -2 ഇൻറ്റു എക്സ് റേസ് ടു 4 അങ്ങനത്തെ ഒരു ഇതിലായിട്ട് ജസ്റ്റ് അങ്ങനെ എഴുതിയതാണ്. എക്സ് റേസ് ടു -2 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു 5 ഓൾ റേസ് ടു -1 by 2 ഇൻറ്റു എക്സ് റേസ് ടു 4 ഡി എക്സ് എന്ന് എഴുതി. ഇനി ഇതിൽ ഈ എക്സ് റേസ് ടു 5ന് നമ്മൾ z ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതെന്ത് വരും? ഇൻ്റഗ്രൽ 0 to 1 z റേസ് ടു -2 by 5 ഇൻറ്റു 1 മൈനസ് z ഓൾ റേസ് ടു -1 by 2 ഇൻറ്റു 1 by 5 ഡി സെഡ് എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 by 5നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. 1 by 5 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 z റേസ് ടു -2 by 5 ഇൻറ്റു 1 മൈനസ് z ഓൾ റേസ് ടു -1 by 2 ഡി സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 5 ഇൻറ്റു ഈ പോർഷൻ നമുക്കറിയാം അത് ബി ഓഫ് -1 2 by 5 പ്ലസ് 1 കോമ -1 by 2 പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ 1 മൈനസ് 2 by 5 എന്ന് പറഞ്ഞാൽ 3 by 5 ആണ്. 1 മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 5 ബി ഓഫ് 3 by 5 കോമ 1 by 2. ഇനി സി ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ a to b എക്സ് മൈനസ് എ ഓൾ റേസ് ടു p മൈനസ് 1 b ഇൻറ്റു b മൈനസ് എക്സ് ഓൾ റേസ് ടു q മൈനസ് 1 ഡി എക്സ് where p greater than 0 q greater than 0. നമ്മൾ ഇതിൽ x ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു സെഡ് എന്നും കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡി എക്സ് എന്ത് കിട്ടും? ഡി എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ഡി സെഡ് എന്ന് കൊടുക്കും. ഓൾസോ എക്സ് ഈക്വൽ ടു എ ആവുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 0 ആവും. എക്സ് ഈക്വൽ ടു ബി ആവുമ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 1 ആവും. നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ a to b എക്സ് മൈനസ് എ ഓൾ റേസ് ടു p മൈനസ് 1 ഇൻറ്റു b മൈനസ് എക്സ് ഓൾ റേസ് ടു q മൈനസ് 1 ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 b മൈനസ് എ ഇൻറ്റു z ഓൾ റേസ് ടു p മൈനസ് 1 ഇൻറ്റു b മൈനസ് എ മൈനസ് b മൈനസ് എ ഇൻറ്റു z ഓൾ റേസ് ടു q മൈനസ് 1 ഇൻറ്റു b മൈനസ് എ ഡി സെഡ് എന്ന് കിട്ടും. ഇതിൽ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ p മൈനസ് 1 എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 b മൈനസ് എ ഓൾ റേസ് ടു p മൈനസ് 1 z റേസ് ടു p മൈനസ് 1 പിന്നെ ഇതെങ്ങനെ കിട്ടും? ഇത് b മൈനസ് എ ഓൾ റേസ് ടു q മൈനസ് 1
into 1 minus z all raised to q minus 1 b minus a dz. That is equal to b minus a all raised to p plus q minus 1 integral 0 to 1 z raised to p minus 1 1 minus z raised to q minus 1 dz എന്ന് കിട്ടും. That is equal to b minus a all raised to p plus q minus 1. ഇതെന്താ, ഇത് നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ്റെ സംഭവം അല്ലേ. അപ്പോൾ അത് ബി ഓഫ് പി കോമ ക്യൂ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലംസ്, ഈ 3 ഇത് എ ബി സി പാർട്ട് നമ്മുടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം 6 ആണ്. പ്രോബ്ലം 6ൽ എന്താ ക്വസ്റ്റ്യൻ വെച്ചാൽ, ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity x raised to p minus 1 divided by 1 plus x all raised to p plus q dx is equal to b of p comma q where p greater than 0 q greater than 0. നമുക്ക് ഇതാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to infinity x raised to p minus 1 divided by 1 plus x all raised to p plus q dx equal to ഇൻ്റഗ്രൽ 0 to infinity. ഇതിന് നമുക്ക് എന്താ, ഇതിൽ രണ്ടിലും ഒരു പി മൈനസ് 1, ഈ രണ്ടിലത്തെ പി മൈനസ് 1 പൊതുവായിട്ട് മുകളിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സ് ബൈ, നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ബൈ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു പി മൈനസ് 1. അടിയിൽ ഈ പി പ്ലസ് ക്യൂ നിന്ന് പി മൈനസ് 1 പോകുമ്പോൾ നമുക്കൊരു എന്തുണ്ട്, 1 ബൈ 1 പ്ലസ് എക്സ് ഒരു ക്യൂ പ്ലസ് 1 കൂടി ഇങ്ങനെ എഴുതണം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to infinity എക്സ് ബൈ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു പി മൈനസ് 1 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു ക്യൂ പ്ലസ് 1 ഡി എക്സ് ഉണ്ട്. ഇതിൻ്റെ എബോവ് ഇൻ്റഗ്രൽ നമ്മൾ സെഡ് എന്തായിട്ട് എടുക്കണം, ഈ എക്സ് ബൈ 1 പ്ലസ് എക്സിനെ നമ്മൾ സെഡ് ആയിട്ട് എടുക്കുകയാണ്. എക്സ് ബൈ 1 പ്ലസ് എക്സിനെ നമ്മൾ സെഡ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു സെഡ് ബൈ 1 മൈനസ് സെഡ് എന്നും 1 പ്ലസ് എക്സ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് സെഡ് എന്നും കിട്ടും. അതെങ്ങനെ കിട്ടുക നമുക്ക് നോക്കാം. എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ സെഡ് എന്ന് എടുത്തു. അപ്പോൾ അതിന് എക്സ് ഈക്വൽ ടു സെഡ് ഇൻറ്റു 1 പ്ലസ് എക്സ് എന്ന് എഴുതാം. ഇതിൽ എക്സ് ഈക്വൽ ടു സെഡ് പ്ലസ് എക്സ് സെഡ് എന്ന് എടുക്കാം. ഇതിൽ നിന്ന് എക്സ് പുറത്ത് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു 1 മൈനസ് സെഡ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ഈക്വൽ ടു ഈ 1 മൈനസ് സെഡ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ സെഡ് ബൈ 1 മൈനസ് സെഡ് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എക്സ് ഈക്വൽ ടു സെഡ് ബൈ 1 മൈനസ് സെഡ് എന്ന് കിട്ടുന്നത്. അതുപോലെ അടുത്തത് നെക്സ്റ്റ് 1 പ്ലസ് എക്സ് 1 പ്ലസ് ഈ എക്സ് ഇതിവിടെ കൊടുക്കുകയാണെങ്കിൽ 1 പ്ലസ് സെഡ് ബൈ 1 മൈനസ് സെഡ്. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം, 1 മൈനസ് സെഡ് പ്ലസ് സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ് എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് സെഡ് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സെഡ് ഇൻറ്റു 1 മൈനസ് സെഡ് ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഡി സെഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, ഡി സെഡ് ബൈ 1 മൈനസ് സെഡ് ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓൾസോ വെൻ എക്സ് ഈക്വൽ ടു 0 സെഡ് ഇസ് ഈക്വൽ ടു 0 എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി സെഡ് ടെൻസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1. ദെർഫോർ integral 0 to infinity x raised to p minus 1 divided by 1 plus x all raised to p plus q dx എന്ന് പറയുന്നത് integral 0 to 1 z raised to p minus 1 into 1 minus z all raised to q plus 1 into dz by 1 minus z square എന്ന് കിട്ടും. That is equal to integral 0 to 1 z raised to p minus 1 into 1 minus z q raised to 1 minus z raised to q minus 1 dz എന്ന് കിട്ടും. ഇതെന്താ സംഭവം, ഇത് ബി ഓഫ് പി കോമ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എലമെൻ്ററി പ്രോപ്പർട്ടീസ്, ബീറ്റ ഫംഗ്ഷൻ്റെ എലമെൻ്ററി പ്രോപ്പർട്ടീസ് കഴിഞ്ഞിട്ടുള്ള ഒരു കൊറോളറീസ് 3 കൊറോളറി പഠിച്ചു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി 4 പഠിച്ചു. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മൾ കുറച്ച് പ്രോബ്ലംസും നോക്കി. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.